അസ്സലാമു അലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ നിങ്ങളുടെയൊക്കെ വിശേഷങ്ങളൊക്കെ പറയുക. ഇന്നലെ എനിക്ക് വ്ളോഗ് ഇടാൻ പറ്റിയില്ല, ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് സാറ്റർഡേ വ്ളോഗാണ്. ഇന്ന് നമുക്ക് പുറത്തൊക്കെ പോകണം, അതിൻ്റെയാണ് ഫസ്റ്റ് ഷോട്ട് നിങ്ങൾ കണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വേഗം നമ്മുടെ പരിപാടികളൊക്കെ അങ്ങ് തീർത്തെടുക്കുകയാണ്. ഈവനിങ് പോയാൽ മതിയായിരുന്നു കേട്ടോ എനിക്ക്. അപ്പോൾ അതുവരെ വ്ളോഗൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് തന്നെ നമ്മുടെ ലൈറ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ലൈറ്റ് ഇല്ലാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിലോട്ട് ഒട്ടും വെളിച്ചം ഉണ്ടാവില്ല, ഇങ്ങനെ ബ്ലിങ്കായിട്ട് വരും കേട്ടോ ഓരോ വീഡിയോസും. അതിനും കൊണ്ടാണ് നമ്മൾ വേഗം, ബ്ലിങ്കല്ല, ഒരു ഡിം ലൈറ്റായിട്ട് വരും. ആ ലൈറ്റും രസമാണ് കാണാൻ. അപ്പോൾ എന്തായാലും ഞാൻ വേഗം തന്നെ പാലെടുത്തിട്ടുണ്ട്. പാല് വന്നത് ഇനി നമ്മൾ ചായ വയ്ക്കാനുള്ള പുറപ്പാടിലാണ് കേട്ടോ. പിന്നെ നിങ്ങളുടെ സാറ്റർഡേ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, സൺഡേ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. ഒരുപാട് നമുക്ക് കമൻറ്റ്സ് വന്നിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് വന്നൊരു കമൻറ്റ്, മെയിനായിട്ട് നല്ല ഒരു കമൻറ്റ് വന്നത്, ഷൂറാക്ക് നല്ലതാണോ ജിനി? നല്ല ഷൂറാക്കാണ്, റിവ്യൂ പറയാമോ, റേറ്റ് എത്രയാണ്? അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചാൽ മതിയോ? ഷൂറാക്കിൻ്റെയൊക്കെ ഒരു ദിവസം, അതല്ലേ നല്ലത്. ഞാൻ എന്തായാലും അത് ഇൻസ്റ്റയിൽ എനിക്ക് കൊളാബ് വഴി കിട്ടിയതാണ്. എനിക്ക് ക്യാഷൊന്നും കൊടുക്കേണ്ടി വന്നില്ല, പക്ഷെ അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. സംഭവം നല്ല സംഭവമാണ്. പിന്നെ നല്ല പ്രോഡക്റ്റ് മാത്രമേ ഞാൻ അധികം എടുക്കാറുള്ളൂ, കൊളാബ് അതുപോലെ. അപ്പോൾ നമ്മുടെ ഉഴുന്നും പിന്നെ അതുപോലെ പരിപ്പൊക്കെ ഇടുന്ന ഈ പാത്രങ്ങളൊക്കെ ഞാൻ അന്ന് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് ജസ്റ്റ് തുടച്ചിട്ട് നമ്മൾ അതിലോട്ട് പരിപ്പ് ഉഴുന്നൊക്കെ ഒന്ന് എടുക്കുകയാണ്. എനിക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ വേണ്ടത് പരിപ്പ് ഉഴുന്നൊക്കെ തന്നെയാണ് കേട്ടോ. പരിപ്പ് ഉഴുന്ന്, പാല്, വലിയുള്ളി, ഇതെല്ലാം എനിക്ക് ഒരുപാട് വേണ്ട സാധനമാണ്. വലിയുള്ളി പറഞ്ഞാൽ എനിക്ക് നല്ലപോലെ വേണം. ഉമ്മയൊക്കെ പറയും, നീ എത്ര വലിയുള്ളി യൂസ് ചെയ്യുകയെന്ന് പറയട്ടോ എൻ്റെ അടുത്ത്. എനിക്ക് വലിയുള്ളി ഇല്ലെങ്കിൽ എന്തോ പോലെയാണ്, കറിക്ക് തിക്കൊന്നും ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യും കേട്ടോ. ചെറിയുള്ളി, വലിയുള്ളി ഇതൊക്കെ വേണം എനിക്ക് നന്നായിട്ട്. അപ്പോൾ എന്തായാലും ഞാനിതാ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പരിപ്പ് ഉഴുന്നൊക്കെ നിറച്ചിട്ട് അവിടെ തന്നെ കൊണ്ടുവച്ചിട്ടോ, നമ്മൾ വയ്ക്കുന്ന പ്ലേസിൽ തന്നെ കൊണ്ടുവച്ചു. കബോർഡിനൊന്നും അങ്ങനെ എന്താ പറയുക, ഡോറ് വെച്ചുകൂടെ എന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതിലോട്ട് നമ്മൾ ഡോറൊന്നും വെക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങളറിയില്ലേ. അപ്പോൾ പിന്നെ ഞാൻ ചായ തന്നെ വേഗം ഒന്ന് എടുത്തു. നമ്മുടെ വീട്ടിലെ പണികളെക്കുറിച്ചൊരു കമൻറ്റ് കണ്ടു കേട്ടോ. ഒരുപക്ഷെ വീട്ടിൽ അധികം ജോബ് ചെയ്യാത്തവരായിരിക്കും ഇങ്ങനെ കമൻറ്റ് ഇടുന്നതെന്നായിരിക്കും കേട്ടോ ഉദ്ദേശിച്ചത്. ജോലി ഭാരമായിട്ട് തോന്നുന്നുണ്ടാവും. ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നു, ഡെയിലി മുറ്റം വീടും വൃത്തിയാക്കുന്നു, കുട്ടികളെ നോക്കുന്നു, അതുപോലെ അടുക്കള നോക്കുന്നു, ഡെയിലി ഇതൊക്കെ ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കുന്നു. അത് വലിയൊരു കാര്യം തന്നെയാണ്. എല്ലാവർക്കും ഇതിൽ ഹാപ്പി ആകാൻ കഴിയും ഇങ്ങനെയൊന്നുമില്ല. പലർക്കും പല കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും ഇഷ്ടം. ജോബ് ചെയ്യണ ആൾക്കാരുണ്ടാവും, അവർക്ക് അതായിരിക്കും ഇഷ്ടം. എന്താ പറയുക, കുക്കിംഗ് ഇഷ്ടമില്ലാത്ത ആൾക്കാർ കഷ്ടപ്പെട്ട് കുക്ക് ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അവർക്കൊക്കെ ഇത് കാണുമ്പോൾ അയ്യോ എന്നുള്ളൊരു ദേഷ്യം വരുന്നുണ്ടാവും. എനിക്ക് കുക്കിംഗ് ഇഷ്ടമില്ലാത്ത സമയങ്ങൾ ഉണ്ടാവാറുണ്ട് കേട്ടോ, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ പറയും, നമുക്ക് എന്തെങ്കിലും മേടിച്ചാലോ എന്ന് ചോദിക്കും. അങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോകുന്നു. അപ്പോൾ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടല്ലോ, നന്നായി. ബീഫും പുട്ടും എൻ്റെ ഇക്കാക്കാക്ക് ഇഷ്ടമാണ്. ജിനിയുടെ വീഡിയോ ഒരു പോസിറ്റീവ് വൈബാണ്, കാണാൻ ഒരു ഇൻട്രസ്റ്റ് ആണ്. താങ്ക് യു സോ മച്ച് മുത്തേ, താങ്ക് യു. എൻ്റെ ഫ്രിഡ്ജ് ഉണ്ടല്ലോ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ക്ലീൻ ആക്കിയ കുറച്ച് ദിവസം നമുക്ക് അങ്ങനെയായിരിക്കും അല്ലേ. ഞാൻ എന്നിട്ട് അതിലേക്ക് അധികം സാധനങ്ങളൊക്കെ ഇങ്ങനെ വെക്കാതെ നോക്കൂട്ടോ. എന്നിട്ട് എൻ്റെ മോനോട് പറഞ്ഞേ, എൻ്റെ ഫ്രിഡ്ജ് ഇപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞപ്പോൾ അവൻ ചിരിക്കുന്നു കേട്ടോ. അതങ്ങനെയാണ്, ഒരു ഭാഗം ക്ലീൻ ആക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു സാറ്റിസ്ഫിക്കേഷൻ, അങ്ങനെയാണോ അത് തോന്നും. അപ്പോൾ ഞാനിപ്പോൾ പരിപ്പെടുത്തത് സാമ്പാർ ഉണ്ടാക്കാനാണ്. നമ്മുടെ വറുത്തരച്ച സാമ്പാർ, പാലക്കാടൻ സ്പെഷ്യലാണ് കേട്ടോ വറുത്തരച്ച സാമ്പാർ പറയുന്നത്. വേറെയും കുറേ ഭാഗങ്ങളിൽ ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഇവിടെ സാമ്പാർ എന്ന് പറഞ്ഞാൽ വറുത്തരയ്ക്കും, അതാണ് ഇവിടുത്തെ ഒരു രീതി. അപ്പോൾ വേഗം പോയി കറിവേപ്പില എടുത്തിട്ട് വന്നു. കറിവേപ്പില അത്യാവശ്യം നിറയെ വേണം നമുക്ക് കേട്ടോ, പരിപ്പും വേണം. ഇവിടെ ഞാൻ നല്ല ക്വാണ്ടിറ്റിയിലാണ് സാമ്പാർ ഉണ്ടാക്കുക കേട്ടോ, കുറച്ചല്ല, അതുകൊണ്ടാണ് ഇത്രയും പരിപ്പ് എടുത്തിട്ടുള്ളത്. പരിപ്പ് കഴുകി വൃത്തിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ കറിവേപ്പിലയും കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വലിയുള്ളി എടുത്തിട്ടുണ്ട്, ചെറിയുള്ളി എടുക്കുക കേട്ടോ. പിന്നെ ഇതുപോലെ വെളുത്തുള്ളിയും തക്കാളിയും ഒക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതെല്ലാം പരിപ്പിലോട്ട് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ പരിപ്പിന് നല്ല മണമായിരിക്കും കേട്ടോ വേവുന്ന സമയത്ത്. ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കുക, ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, അടച്ച് വയ്ക്കുക, വേവിക്കുക കേട്ടോ.
ഒരു 3-4 വിസിൽ മതി കേട്ടോ ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതാ സ്റ്റവ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഇതിലോട്ട് വേണ്ട വെജിറ്റബിളൊക്കെ വേണം. അപ്പോൾ ഞാൻ കുമ്പളങ്ങ എടുത്തപ്പോഴേ അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇങ്ങനെ ഈ കൊത്തവരയിലും തക്കാളിയിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ട് അതിനെ ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കുകയാണ് കേട്ടോ. ഇങ്ങനെ വീഡിയോ എടുത്തപ്പോഴാണ് അവൻ പറഞ്ഞത് ഇതെല്ലാവരും കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന് എന്നോട്. എന്തില്ലേ, ഞാനിപ്പോൾ എൻ്റെ ഡെയിലി വ്ളോഗിൽ ഞാൻ എല്ലാം കാണിക്കാറുണ്ടല്ലോ, എല്ലാം മീൻസ് നിങ്ങൾക്ക് കാണേണ്ട കാര്യങ്ങളൊക്കെ കാണിക്കാറുണ്ടല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും കുമ്പളങ്ങ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കുമ്പളങ്ങ നല്ല കല്ല് കുമ്പളങ്ങ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. നമ്മൾ കഞ്ചിക്കോട് നട്ടോ കുമ്പളങ്ങ മേടിക്കുള്ളൂ അധികം. അവിടെ നിന്നാണ് നമുക്ക് കല്ല് കുമ്പളങ്ങ കിട്ടുക. കല്ല് കുമ്പളങ്ങ മീൻസ് തൊട്ടാൽ പോലും അങ്ങോട്ട് താഴോട്ട് അമങ്ങിപ്പോവാത്ത കുമ്പളങ്ങയാണ് കേട്ടോ ഈ കല്ല് കുമ്പളങ്ങ എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെയാണ് പറയാറ്, ലോക്കൽ ലാംഗ്വേജ് ആയിരിക്കാം. അപ്പോൾ ഞാൻ ലോക്കൽ സ്ലാങ്ങോ അങ്ങനെ എന്തോ അല്ലേ. അപ്പോൾ മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. സാമ്പാർ വയ്ക്കാനുള്ള ചട്ടി എടുക്കുക. ഞാനിവിടെ ഈ ഒരു ഭാഗത്താണ് ഇപ്പോൾ എൻ്റെ വലിയ ചട്ടികളൊക്കെ വെച്ചേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് സാമ്പാർ വയ്ക്കാൻ ഈ ചട്ടി എടുക്കുക. സാധാരണ ഞാൻ അപ്പുറത്തുള്ള ചട്ടിയിലാണ് അത്രയും ക്വാണ്ടിറ്റി വയ്ക്കാറുണ്ട്. ഇപ്രാവശ്യം അത്രയ്ക്ക് അങ്ങ് വെക്കണ്ടെന്ന് വിചാരിച്ചു. എനിക്ക് പിന്നെ വലിയ ക്വാണ്ടിറ്റിയിലും ഫുഡ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. എനിക്കും ഉണ്ടാക്കാൻ പറ്റും, എൻ്റെ താത്താക്കും ഉണ്ടാക്കാൻ പറ്റും. അനിയത്തി കുറച്ച് കമ്മിയാക്കിയിട്ട് ഉണ്ടാക്കും. എന്നിട്ട് അവൾ കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും കൂടെ കൂടുമ്പോൾ അവൾ കറി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചോദിക്കും ഇത്രയും മതിയോ ചോദിക്കും അവളോട്. അപ്പോൾ ഇത്ര പോരെ ചോദിക്കും അവൾ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അത്ര മതി, എനിക്ക് കാണുമ്പോൾ തികയോ എന്നുള്ള ഒരു ഡൗട്ടായിരിക്കും. പക്ഷെ തികയാറുണ്ട്. എനിക്കാണെങ്കിൽ കണ്ണ് നിറയെ കാണണം കേട്ടോ എന്തും. അപ്പോൾ വെജിറ്റബിളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് കൊടുത്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെക്കുക. നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് മെയിനായിട്ട് ഇതിലോട്ട് വേണ്ടത് എന്താണ്, വറുത്തരയ്ക്കണം തേങ്ങ. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തു, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, തക്കാളി ഇട്ട് കൊടുത്തു. ഇനി അടച്ച് വയ്ക്കട്ടെ കേട്ടോ. അപ്പോൾ തേങ്ങ ഒരു 2 എണ്ണെങ്കിലും വേണം എൻ്റെ കറിക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു 2 എണ്ണം ഫുൾ എടുക്കണ്ട, ഉപ്പേരിക്കും കുറച്ച് മാറ്റി വെക്കാൻ പറഞ്ഞിട്ട് ഒരു 1.5 തേങ്ങ എടുക്കാൻ വിചാരിച്ചു. അപ്പോഴത്തേക്കും പാത്രങ്ങൾ അത്യാവശ്യം കുമിഞ്ഞു കൂടിയിട്ടുണ്ടായിരുന്നു. ഇനി അതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. പണ്ട് എനിക്കുണ്ടല്ലോ പാത്രം അധികം വേണ്ടിയിരുന്നില്ല കേട്ടോ. ഇപ്പം എനിക്ക് പാത്രം ഒത്തിരി വേണ്ട പോലെ, എന്താ പറയുക, കുറേ പാത്രങ്ങൾ ഇങ്ങനെ പരന്ന് കിടക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ പണ്ട് നമ്മൾ ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ അവിടെയുള്ള പാത്രങ്ങൾ അവിടെ കിടക്കട്ടെ പിന്നെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇട്ട് വയ്ക്കുമല്ലോ. പണ്ട് പറഞ്ഞാൽ അവിടെ ഒരു പാത്രം ഉണ്ടെങ്കിൽ അത് കഴുകിയിട്ട് അതന്നെ യൂസ് ചെയ്യുമായിരുന്നു. ഇപ്പം അങ്ങനെ ഇല്ല, അതുകൊണ്ടായിരിക്കാം പരന്ന് കിടക്കുന്നു. അപ്പം ഞാൻ വേഗം അതിനെയൊക്കെ ഒന്ന് കഴുകി അതിനെയൊക്കെ അങ്ങ് മാറ്റി വെച്ചു. ഈ ഒരു സ്ലാബ് എനിക്ക് എപ്പോഴും ഇങ്ങനെ നീറ്റായിട്ട് തന്നെ ഇരിക്കണം കേട്ടോ. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് മാതിരി പരിപാടി ഞാൻ ചെയ്യണത്. പിന്നെ മോന് 2 തേങ്ങ എനിക്ക് പൊളിച്ച് തന്നിട്ടുണ്ടായിരുന്നു, അതിനെ ഞാൻ ഉടച്ചെടുക്കുകയാണ്. ഇപ്പോൾ റിഹാൻ തന്നെയാണ് തേങ്ങ അധികം പൊളിച്ച് തരാറ് കേട്ടോ. നമുക്ക് തേങ്ങ എടുക്കുകയാണെങ്കിൽ ഡെയിലി 2 തേങ്ങ മസ്റ്റാണ് കേട്ടോ. ആർക്കെങ്കിലും അങ്ങനെ വരാറുണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ തേങ്ങാ വെള്ളം ഞാൻ കുടിച്ചു. സാധാരണ അവർക്ക് കൊടുക്കേണ്ടതാണ് അല്ലേ. ആരാണോ തേങ്ങ പൊളിക്കണത് അവർക്കാണ് ആ തേങ്ങ വെള്ളം അർഹതപ്പെട്ടിട്ടുള്ളത് എന്ന് ഞാൻ പറയൂ കേട്ടോ. പക്ഷേ ഞാൻ കുടിച്ചു. ഞാനും റാവുത്തറാണ്, വീട് മണ്ണാർക്കാട്. റാവുത്തർ ഒരു കൾച്ചറാണ്, അല്ലാതെ സുന്നി മുജാഹിദ് മുസ്ലിമിൻ്റെ വിശ്വാസമാണ്. അതെ മുസ്ലിംസിൻ്റെ വിശ്വാസം തന്നെയാണ്. സുന്നി മുജാഹിദ് അല്ല അല്ലേ, ഒരു കൾച്ചർ എന്നാണോ പറയുന്നത്? ഇക്കാനോട് വെച്ചപ്പോൾ വേറെ എന്തോ പറഞ്ഞത്. ഇനിയിപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് ഇനി അതിനെക്കുറിച്ച് പറയേണ്ട. നമുക്ക് സാധാരണ തേങ്ങ വറുത്തരയ്ക്കാം. അപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി വെക്കുന്നതുകൊണ്ടാണ് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ അതിലോട്ട് തന്നെ 1 സ്പൂൺ ഉലുവയും 1 സ്പൂൺ ചെറിയ ജീരകം, അതായത് നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ജീരകത്തിന് തന്നെയാണോ ചെറിയ ജീരകം? ആയിരിക്കാം, ചെറുതില്ല അത്. പിന്നെ 2 തേങ്ങ, ഒരു 3-4 നമ്മുടെ ചെറിയുള്ളി, വെളുത്തുള്ളി ഒരു 2-3 എണ്ണം, കറിവേപ്പില. വെളുത്തുള്ളി ഇടാണ്ട് സാമ്പാർ വെക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാനൊരു പ്രാവശ്യം വെളുത്തുള്ളി ഇട്ടപ്പോൾ സാമ്പാറിൽ വെളുത്തുള്ളിയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഈ പട്ടന്മാരൊന്നും വെളുത്തുള്ളി യൂസ് ചെയ്യൂലല്ലോ. അപ്പോൾ അവരിതില്ലാണ്ടാണോ വയ്ക്കാറ് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക, ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ ഇതാ ഇതിൽ ഞാൻ 3 സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 1.5 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 സ്പൂണ് ചില്ലി പൗഡറും, പിന്നെ ഒരു 1/2 സ്പൂണോളം കായപ്പൊടി, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം 2 സ്പൂൺ സാമ്പാർ പൊടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. പതുക്കെ അങ്ങനെ നമ്മൾ ഇളക്കിയെടുത്ത് നല്ലൊരു മണം വരും. കരിയരുത് കേട്ടോ പൊടികൾ. നല്ലൊരു മണം വരുമ്പോഴത്തേക്കും നമ്മുടെ
വറുത്ത തേങ്ങ റെഡി. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം കേട്ടോ. എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ വെച്ചിട്ട് ആവശ്യാനുസരണം നമുക്ക് വെള്ളം ചേർക്കാണ്ട് തന്നെ ഇതിനെ അരച്ചെടുക്കാൻ പറ്റും. ഫ്രീസറിലാണെങ്കിൽ നല്ലപോലെ പൊടിച്ചെടുക്കാൻ പറ്റും കേട്ടോ നമുക്കിത്. അപ്പോൾ അയാൻകുട്ടിക്ക് പോകാൻ സമയമായപ്പോൾ അവന് വേഗം വന്ന് ഫുഡ് കഴിക്കാനാണ്. അവനക്കിന്ന് ട്യൂഷൻ ഉണ്ടായിരുന്നു. എന്നിട്ട് ആ ചെക്കന് ഫോൺ നോക്കി ഇങ്ങനെ ഇരുന്നു ട്യൂഷൻ ഉണ്ടായിട്ടും. പിന്നെ വേഗം കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ചപ്പാത്തി ഉണ്ടായിരുന്നു, അതുപോലെ കടലക്കറി ഉണ്ടായിരുന്നു കേട്ടോ. സാമ്പാറായിരുന്നില്ല. അപ്പോൾ ഞാൻ അവനക്കത് കഴിക്കാൻ കൊടുത്തു. ഇനിയിപ്പോൾ നമുക്കിത് ആ മിക്സിയുടെ ജാറിലോട്ട് ഇങ്ങനെ മാറ്റുക. ഞാനിതെന്തായാലും ഫുള്ളായിട്ട് എനിക്ക് അരച്ചെടുക്കണം. വെള്ളം ചേർക്കാണ്ട് അരച്ചെടുത്താൽ മതി കേട്ടോ. ഒരു പൊടിഞ്ഞ പോലെയാണ് നമുക്കത് കിട്ടുക. അപ്പോൾ നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് കറി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ വേഗം പോയി അതിനെ അരയ്ക്കാനുള്ള ചൂടാറിയ ശേഷം അരച്ചാൽ മതി കേട്ടോ. എൻ്റെ കയ്യിൽ ഇച്ചിരി ചൂടുണ്ട്. എനിക്ക് അരയ്ക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം യൂട്യൂബിൽ ഞാനൊരു ലേഡീനെ കണ്ടിട്ടുണ്ടായിരുന്നു. മിക്സിയോ കുക്കറോ എന്തോ ഒന്ന് പൊട്ടിത്തെറിച്ചിട്ട് മുഖമൊക്കെ ഫുള്ള്, അയ്യോ അത് കണ്ടിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര, അതെത്ര വേദന അനുഭവിച്ചിട്ടുണ്ടാവും അല്ലേ, ആലോചിച്ചിട്ട് തന്നെ ഒരു മാതിരിയുണ്ട്. അപ്പോൾ അരയ്ക്കുമ്പോൾ എനിക്ക് അതന്നെ മൈൻഡിൽ വരികയായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ പരിപ്പിനൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. പരിപ്പായിട്ടുണ്ട്, കഷ്ണം വെന്തിട്ടുണ്ട്. ഇനി പരിപ്പ് അതിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ വറുത്തരച്ച നമ്മുടെ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഓയിൽ ഒഴിക്കുന്ന പാത്രമല്ലേ, ബോട്ടിൽ, അത് ഓൺലൈനിൽ നിന്നാണോ ചോദിക്കുന്നുണ്ട്. അല്ല അത് ഓഫ്ലൈനാണ് കേട്ടോ. ഞാൻ അങ്ങനെ വലിയ ഓൺലൈൻ പർച്ചേസ് നടത്തുന്ന ഒരാളൊന്നും അല്ല. അപ്പോൾ അത് ഓഫ്ലൈനാണ്. പരിപ്പും ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ തേങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയായിരിക്കും കേട്ടോ നമ്മൾ അരച്ചാൽ. സ്പൂൺ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ അരയ്ക്കുമ്പോൾ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സാമ്പാർ റെഡി. ഒന്ന് തിളപ്പിക്കണം, ഇച്ചിരി പുളി ഒഴിക്കണം, ഉപ്പ് ഇട്ട് കൊടുക്കണം, മല്ലിയിലയും കറിവേപ്പിലൊക്കെ ധാരാളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഇച്ചിരി ലൂസായിട്ട് ഇറക്കി വെച്ചാലും നല്ല തിക്ക് വരും കേട്ടോ നമ്മുടെ ഈ സാമ്പാർ. പിന്നെ മല്ലി ഇല, കറിവേപ്പില, ഉപ്പ് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായി ഇളക്കിയിട്ടുണ്ട്. താളിപ്പിനായിട്ട് ഇവിടെ ചുവന്ന മുളകും കറിവേപ്പിലയും അതുപോലെ കടുകും ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ താളിപ്പ് റെഡി. താളിപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങ് അടച്ച് വെച്ചേക്കണം. അപ്പം തന്നെ ഇളക്കരുത്, അതിൻ്റെ മണമൊക്കെ പോകും കേട്ടോ. അപ്പോൾ നമ്മുടെ പാലക്കാടൻ സ്പെഷ്യൽ വറുത്തരച്ച സാമ്പാർ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. ഇനിയിപ്പോൾ ആരെങ്കിലും പാലക്കാടിൽ ഉള്ളവർ ഇതുപോലെ അല്ല ഉണ്ടാക്കാറ് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അല്ല ഇതുപോലെയാണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ റെസിപ്പി ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ വേഗം അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ഫുഡൊക്കെ കൊടുക്കണം കേട്ടോ എല്ലാവർക്കും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കുറച്ച് സമയമായി, 9:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ എടുക്കണ കാരണം, അല്ലെങ്കിലൊക്കെ സാമ്പാർ പെട്ടെന്നാവും കേട്ടോ. വീഡിയോ എടുക്കുമ്പോൾ നമുക്കത് അത്രയും നീറ്റായിട്ട് എടുക്കണ്ടേ വ്ളോഗ് ചെയ്യുമ്പോൾ. പിന്നെ കമൻറ്റ് വായിക്കുന്നത് ഇഷ്ടം, സൂപ്പർ വ്ളോഗ്, കടലക്കറി സൂപ്പർ, ഉമ്മ വയ്യാതായപ്പോൾ ജിനിയെ ഹെൽപ്പാക്കുന്നത് ഉണ്ടല്ലോ, സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരു കമൻ്റ് ഉണ്ട്. ഉമ്മാക്ക് ആരോഗ്യവും ദീർഘായുസൊക്കെ കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇൻഷാല്ലാ. കടലക്കറി സൂപ്പർ, ഓക്കെ താങ്ക് യു. പിന്നെ എന്നെ വായിക്കുന്നില്ല, മൊത്തം ഞാൻ വായിക്കുന്നുണ്ട്. ഇടുപ്പ് വേദന മാറിയിട്ടോ ചോദിക്കുന്നുണ്ട്. സൂപ്പർ. നാട്ടിൽ മഴയുണ്ടോ? പാലക്കാട് ഇവിടെ ചൂടാണ്, ജിദ്ദ എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഹലോ ഗുഡ് മോർണിംഗ്. അടിപൊളി വീഡിയോ, സൂപ്പർ വീഡിയോ. ഈ വീഡിയോ എന്താണെന്നോ എനിക്ക് മനസ്സിലായില്ല, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല. ജിനി, നിങ്ങളെ ജോലി ചെയ്യുമ്പോൾ ഹസ്സിന് വിഷമാവുന്നില്ലേന്ന്? അടിപൊളി ക്വസ്റ്റ്യൻ ആണല്ലോ അത്. ഞാൻ നമ്മുടെ ഫാമിലിയെ ടേക്ക് കെയർ ചെയ്യല്ലേ, അതിനെന്തിനാ വിഷമം? പിന്നെ ഓവർ പണിയൊക്കെ ചെയ്യണ കാണുമ്പോൾ അങ്ങനെ ആരെങ്കിലും വിളിക്കുക നമുക്ക് എന്നൊക്കെ പറയും, വിളിച്ചും തരും ഹെൽപ്പ് ചെയ്യാൻ. അല്ലാണ്ട് ഇപ്പോൾ നോർമൽ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റും. പറ്റാത്ത സാഹചര്യത്തിൽ അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് തരാറുണ്ട് കേട്ടോ. ഫ്രിഡ്ജ് അടിപൊളിയായി, താങ്ക് യു. കമൻറ്റ് വായിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഓക്കെ. പക്ഷെ നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യനൊന്നും നിങ്ങൾ ആണാണോ പെണ്ണാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങളെ വൈഫൊക്കെ അല്ലെങ്കിൽ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണ കാണുമ്പോൾ നിങ്ങൾക്ക് സങ്കടമാണോ വരാറ്, സന്തോഷമാണോ വരാറ്? നമ്മുടെ ഒരു ഫാമിലി സമാധാനത്തോടെ പോകുമ്പോൾ സന്തോഷം തന്നെയല്ലേ വരാറ്.
ഞാൻ നിങ്ങളെ കാണാൻ വരും, ഒരു ചായ മാത്രം തന്നാൽ മതി. ഇൻഷാല്ല പറയിട്ടോ, പറഞ്ഞിട്ട് വരീൻ. വർക്കൗട്ട് ചെയ്യുമ്പോൾ വീഡിയോ ചെയ്യണേന്ന്. അയ്യോ, വർക്കൗട്ടിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ചെയ്യൂല കേട്ടോ. ജിമ്മിൽ പോയതിൻ്റെ വീഡിയോസ് തന്നെ കുറച്ച് ഇട്ടപ്പോൾ തന്നെ എനിക്ക് മതിയായിട്ടുണ്ട്. അപ്പോൾ വർക്കൗട്ടിൻ്റെ വീഡിയോ ഒന്നും നമ്മൾ ചെയ്യൂല. ഹായ് ജിനിത്ത, അടിപൊളി വീഡിയോ. ഞാൻ ചായ കുടിക്കുന്ന ആളല്ലായിരുന്നു. അയ്യോ, ഇത്താൻ്റെ ചായ കണ്ടിട്ട് ഞാനിപ്പോൾ ചായ കുടിക്കാൻ തുടങ്ങി. ഞാൻ നിങ്ങളെ മോശക്കാരിയാക്കിയോ? ചായ കുടിക്കുന്നത് മോശമൊന്നുമല്ല, പക്ഷേ പല ആൾക്കാരും അത് നല്ല ഹാബിറ്റ് അല്ല എന്ന് പറയാറുണ്ടല്ലോ. പക്ഷേ എനിക്ക് അത് നല്ല ഹാബിറ്റാണ് കേട്ടോ ചായ കുടിക്കുന്നത്. ഞാനും ഈ പറഞ്ഞ പോലെ 24-25 വയസ്സാകുമ്പോഴാണ് ചായ കുടി തുടങ്ങിയത്. പിന്നെ അതിങ്ങനെ 2 നേരം കുറച്ച് കിട്ടണം എന്നുള്ളൊരു രീതിയിലാക്കി. പക്ഷെ പുറത്തൊന്നും പോയാൽ എനിക്ക് വേറെ വീടുകളിൽ നിന്ന് എനിക്ക് ചായ കുടിക്കുമ്പോൾ അത്ര തൃപ്തി ഉണ്ടാവാറില്ല കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന ചായ തന്നെയാണ് എനിക്ക് എപ്പോഴും ഇഷ്ടവും കുടിക്കാനും ഒക്കെ. കടലക്കറി സൂപ്പർ. കടലക്കറി വെക്കുമ്പോൾ ബീഫ് മസാല യൂസ് ചെയ്താൽ നന്നായിട്ട് ടേസ്റ്റ് ഉണ്ടാവും. മുട്ടക്കറിയിലാണ് ഇത്ര ചിക്കൻ മസാല യൂസ് ചെയ്യാറ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ ഉണ്ടാക്കുന്ന കടലക്കറിയിൽ ഞാൻ മട്ടൻ മസാലയാണോ ബീഫ് മസാലയാണോ എന്താണ് എൻ്റെ കയ്യിൽ അവൈലബിൾ അതാണ് യൂസ് ചെയ്യാറ്. ഇതിൻ്റെ കൂടെ ചിലപ്പോൾ ഞാൻ മാഗി ക്യൂബ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ, ഒന്നുകൂടെ സ്പെഷ്യൽ ടേസ്റ്റ് വരും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ കുറേ ഗ്രീൻ ഹാർട്ടും റെഡ് ഹാർട്ടും ഒക്കെ ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഗ്രീനും റെഡൊക്കെ ഹാർട്ട് ഇട്ട് തരിക, വലിയ കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഇതാ കമൻറ്റ് വായിച്ചിട്ട് പണി എവിടെ എത്തി എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? ഇതാ നമ്മൾ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടേ ചായ ഉണ്ടാക്കുകയാണ്. അപ്പോഴാണ് ഇത്താക്ക് ഒന്ന് കോൾ ചെയ്യുക എന്നുള്ളത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ. കുറേ ദിവസമായി വീഡിയോ കോൾ തന്നെ ചെയ്യാൻ തോന്നി. അപ്പോൾ വീഡിയോ കോൾ ചെയ്തിട്ട് ഞാനിങ്ങനെ നോക്കുകയാണ് എപ്പോഴെടുക്കും പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഞങ്ങളിങ്ങനെ വർത്താനം പറയും. അതൊരു രസമല്ലേ, ഇങ്ങനെ പണീൻ്റെ ഇടയിൽ കോൾ ചെയ്യാനുള്ള സമയമുള്ളൂ. ഹലോ, എന്താണ് വർത്താനം? എൻ്റെ ഫോണിൽ പിന്നെ ഫുള്ള് ലൈൻ ആയതുകൊണ്ട് നിങ്ങൾക്കത് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ കോളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചായയൊക്കെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചായ എല്ലാം കുടിക്കണം. അതേപോലെ എന്താണ് FBയിൽ നമ്മൾ കഴിഞ്ഞ ഒരു വ്ളോഗ് ഇട്ടത് അത്രയ്ക്ക് അങ്ങ് റീച്ച് ആയിട്ടില്ല. നിങ്ങൾ കാണാൻ കുറച്ച് മടി കാണിച്ചു തോന്നണു കേട്ടോ. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വ്ളോഗ് ഇടുമ്പോൾ ഒന്ന് കണ്ടു കമൻറ്റ് ഇടണേ. പിന്നെ മൊബൈൽ ഫോണും നോക്കി കഴിക്കുന്നത് പലപ്പോഴായിട്ട് കാണുന്നുണ്ട്, അത് ഒഴിവാക്കൂ. അത് ഞാൻ മാക്സിമം ഒഴിവാക്കാൻ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇനി ഞാനിങ്ങനെ പറയും, നിങ്ങൾ എന്താ കഴിക്കണമെന്ന് നിങ്ങൾക്ക് അറിയോ? ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കി തരുമ്പോൾ നിങ്ങൾ എന്താ കഴിക്കണമെന്ന് അറിയോ എന്നാണ് കേട്ടോ ഞാൻ ചോദിക്കാറുള്ളത്. അപ്പോൾ അവർ അവിടെ വെക്കാറുണ്ട്. പിന്നെ എന്തെങ്കിലും പഠിക്കണ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പ്ലേ ചെയ്തിട്ട് വെക്കാൻ പറയും കേട്ടോ. ഞാൻ സൂപ്പർ വീഡിയോ കഹാനിയിൽ പുതിയ കളക്ഷൻ വന്നിട്ടുണ്ട്, ഓണത്തിൻ്റെ വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ പറഞ്ഞത് കറക്റ്റാണ്, ജോബ് വേണം, നിങ്ങൾ അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഹരിത ബിനു എപ്പോഴും കമൻറ്റ് ഇടുന്നത് ഞാൻ എൻ്റെ കണ്ണിൽ എപ്പോഴും, നമുക്ക് എപ്പോഴും കമൻറ്റ് ഇടുന്ന ആൾക്കാരെ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെയുള്ളൊരു വ്യക്തിയും കൂടിയാണ് കേട്ടോ. ആണാണോ പെണ്ണാണോ കുട്ടിയാണോ ഉമ്മയാണോ അമ്മയാണോ ഒന്നും എനിക്കറിയില്ല, ചേച്ചിയാണോ ഒന്നും അറിയില്ല. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറേ ഹാർട്ട് ഉണ്ട്, കുറേ സ്മൈലി ഫേസ് ഉണ്ട്. പിന്നെ അതുപോലെ കടലക്കറിക്ക് ഇടുന്ന ഉരുളക്കിഴങ്ങ് നുറുക്കില്ലേ ചോദിക്കുന്നുണ്ട്. നുറുക്കില്ലേ ചോദിച്ചാൽ മുറുക്കില്ലേ എന്നാണ് കേട്ടോ. ഞങ്ങൾ ആ ഭാഗത്തൊക്കെ നുറുക്കില്ലേ ചോദിക്കും. ഇവിടെ അങ്ങനെ ഇല്ല കേട്ടോ. പയറ് നുറുക്കുകയാണോ അങ്ങനെയൊക്കെ ചോദിക്കും. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ പറയാറുണ്ടോ? നുറുക്ക അതൊരുപാട് പ്രാവശ്യം പറയുമ്പോൾ നമുക്ക് ഇതെന്ത് വേട് എന്ന് തോന്നിപ്പോവും. അപ്പോൾ എന്തായാലും അത് മുറിക്കാറില്ല, നമ്മൾ പുഴുങ്ങിയെടുത്തിട്ട് ഉടയ്ക്കുകയാണ് ചെയ്യാറ് കേട്ടോ. അപ്പം ഞാൻ കാസ്റ്റ് അയണിൻ്റെ ചട്ടി ഇങ്ങനെയാണ് ക്ലീൻ ചെയ്യാറ്. നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കോട്ടൺ തുണി വെച്ചിട്ട് അതിനേക്ക് ഒന്ന് തുടച്ചെടുക്കും. പിന്നെ ഇതുപോലെ എന്തെങ്കിലും ഓയിലാക്കുക, എന്നിട്ട് തുണി വെച്ചിട്ട് ഇങ്ങനെ ഓയിലൊക്കെ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. തുടച്ച് കളയരുത് കേട്ടോ, സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ബാക്കിലും ഫ്രണ്ടിലും ആ പിടിയുടെ അവിടെയൊക്കെ. അപ്പോൾ ഇത് തുരുമ്പിക്കില്ല, ഇങ്ങനെ ഷൈനിങ് ആയിട്ട് തന്നെ ഇരിക്കും. എന്തൊരു മൊഞ്ചാലേ കാണാൻ. അപ്പോൾ അതും റെഡിയാക്കി ഞാൻ വേഗം സിറ്റൗട്ടിലോട്ട് പോയി. ഇനി നമുക്ക് ഇവിടുത്തെ മാറാലേക്ക് ഒന്ന് തട്ടിയെടുക്കണം കേട്ടോ. തട്ടിയെടുത്ത ശേഷം നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാം.
അപ്പോൾ എന്തായാലും ഉരുളക്കിഴങ്ങ് നുറുക്കില്ല, വെന്ത ശേഷം നമുക്ക് ഉടച്ച് ചേർക്കുകയാണ് ചെയ്യാറ്. അടിപൊളി വീഡിയോ, എനിക്കിഷ്ടമായി. ആരെയും വിടാതെ എല്ലാവർക്കും മറുപടി കൊടുക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച് മുത്തേ. അപ്പോൾ നമ്മൾ Q&A വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇനിയും ചെയ്തിട്ടില്ല അല്ലേ? അപ്പോൾ അത് ചെയ്യാം ഇൻഷാ അല്ലാ. ഇനിയിപ്പോൾ എൻ്റെ വീട്ടിൽ പോയിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. എവിടെ ഇനി എനിക്ക് പോണതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളും ഒക്കെ ചെയ്യാനുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ വീട്ടിൽ എപ്പോഴാണ് പോണേ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല, ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. കാരണം കൊൽക്കത്ത പോവുകയാണ്. കൊൽക്കത്ത പോയിട്ട് 2-ാം തീയതി തിരിച്ചു വരുള്ളൂ. അപ്പോഴേക്കും എൻ്റെ വെക്കേഷൻ തീരുമോ, അപ്പോൾ ഞാൻ അതിന് മുമ്പ് പോകണോ, ഇങ്ങനെ പലതും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ചിലപ്പോൾ ഞാൻ നാളെ പോകുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആയിരിക്കും അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പോഴൊക്കെ അങ്ങനെയാണ്. പണ്ട് പറഞ്ഞാൽ ഞാൻ പോകുന്നുണ്ടെങ്കിൽ ഒരാഴ്ച മുന്നേ ഞാൻ തുടങ്ങും, അടുത്ത ആഴ്ച പോവുകയാണല്ലോ. എന്നിട്ടോ ആഴ്ച പോകാൻ പറ്റാണ്ടാവുമ്പോൾ ഒരു വിഷമം വരും കേട്ടോ, ഭയങ്കര സങ്കടം വരും. അങ്ങനെ ഒരു സംഭവമൊക്കെ എനിക്കുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഇന്നെങ്ങനെയാണോ ഞാൻ അങ്ങനെ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ ഓവർ എക്സ്പെക്റ്റ് ആയിട്ടൊന്നും ഞാൻ ജീവിക്കുന്നില്ല. കാരണം നമ്മുടെ ലൈഫിൽ നിന്ന് ഓരോ ദിവസം കഴിയുന്തോറും നമുക്ക് ഓരോ പാഠങ്ങൾ പഠിക്കാനുണ്ടാവും അല്ലേ? അപ്പോൾ അതിന്ന് കിട്ടുന്ന നമുക്ക് ഓരോ ഇതാണ്. പലപ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട് അത് നടക്കാണ്ടാവുമ്പോൾ ഒരു സങ്കടം ഉണ്ടാവുമല്ലോ. നമ്മൾ ചെറുതായിരിക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവും മൈൻഡിൽ അല്ലേ? നിങ്ങൾക്കൊക്കെ അങ്ങനെ എക്സ്പീരിയൻസ് ആയിട്ടില്ല. അത് വലുതാകെ മാറും. അപ്പുറത്തെ എൻ്റെ കസിനാണ്, മൂപ്പത്തേരോട് സംസാരിച്ചുകൊണ്ടിരിക്കണേൻ്റെയാണ് കേട്ടോ ഈ കാണുന്നത്. ഞാനിങ്ങനെ വലിയതിൽ മാറാലേക്ക് തട്ടി അടിച്ചു വാരുകയാണ്. പെട്ടെന്നാണ് എനിക്കിങ്ങനെ ഇവിടെ ഒന്നും തട്ടിയില്ലല്ലോ എന്ന് ഓർമ്മ വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് പറയാൻ കേട്ടോ. പിന്നെ നമ്മളവിടെ ചെമ്പല്ലി എന്ന് പറയും, നല്ല മീനാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ചെമ്പല്ലി തന്നെയാണ് കേട്ടോ ഇവിടെയും പറയാറ്. ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടം അതാണ്. ഹെൽത്ത് ഇഷ്യൂസൊക്കെ മാറിയോ ചോദിച്ചു. മാറി. പിന്നെ ഞാൻ ഈ ഭാഗമൊക്കെ ഒന്ന് വേഗം അടിച്ചു വാരിയെടുക്കട്ടെ. ഈ മെറ്റാബോളിസത്തിനെ കുറിച്ച് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിന് താഴെ ഇങ്ങനെ മെറ്റാബോളിസം ഉള്ളവർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം എനിക്കാകെ കൺഫ്യൂഷനായി എന്താണ് എന്നുള്ളത്. പിന്നെ എന്തിനാണോ ഇത്ര പാത്രങ്ങൾ കിച്ചണിൽ വെക്കുന്നത്? എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരുപാട് പാത്രങ്ങളായാലും എന്നുള്ളത്. കറക്റ്റാണ്, ഒരുപാട് പാത്രങ്ങളായാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് തന്നെ ഉണ്ടല്ലോ 3/4 ഭാഗം ഇറക്കിയിട്ടാണ് നിങ്ങൾ കാണുന്നത്. പണ്ടത്തെ എൻ്റെ കിച്ചൺ നിങ്ങൾ കണ്ടതാണെങ്കിൽ ഏതോ ഒരു പെരുന്നാളിന് ഞാൻ കംപ്ലീറ്റ് എടുത്തിട്ട്, ഞാനല്ല ചേച്ചിമാർ കംപ്ലീറ്റ് കഴുകി അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടപ്പം അന്ന് എനിക്ക് ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടോ കമൻറ്റ് ബോക്സിൽ. അതെങ്ങാനും നിങ്ങൾ കണ്ടതാണെങ്കിൽ തല കറങ്ങി അവിടെ വീണിട്ടുണ്ടാവും. അപ്പം എന്തായാലും ഇത് അതിൻ്റെ പകുതി പോലുമില്ല. ഇപ്പോഴും ഞാനിത് ഫുള്ള് യൂസ് ചെയ്യുന്നുണ്ടോ ചോദിച്ചാൽ ഇല്ല. അപ്പോൾ ഫ്രിഡ്ജ് ക്ലീൻ ആക്കുന്ന സമയത്ത് അല്ലാത്ത സമയത്തൊക്കെ എനിക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ ഈ ഒരു പ്രോസസ്സ് ഞാൻ ചെയ്യാറുണ്ട്. മാസത്തിലൊരിക്കൽ എന്തായാലും ചെയ്യാറുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്യെടുക്കൽ പരിപാടി. അപ്പോൾ ഇതാ നമ്മുടെ പാൽപ്പാടയൊക്കെ ഇതിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഐസ് വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പകുതി ഒരു പാത്രം നമ്മുടെ വെണ്ണ ഫ്രീസറിൽ വെച്ചിരുന്നു. അതിലേക്ക് വെള്ളാക്കിയതിൻ്റെ നമ്മൾ രാവിലെ അല്ലെങ്കിൽ എപ്പോഴും നെയ്യെടുക്കുമ്പോൾ തണുത്ത ഐസ് ക്യൂബോ അല്ലെങ്കിൽ തണുത്ത വെള്ളമോ എന്തായാലും വേണം. അല്ലെങ്കിൽ ക്രീം തണുപ്പായിരിക്കണം. മിക്സി ഒരിക്കലും ചൂടാവരുത് കേട്ടോ. ചൂടായാൽ നമുക്കത് കിട്ടൂല. അതേപോലെ പലരും ഞാൻ ഡയറക്റ്റായിട്ട് ഉരുക്കി എടുക്കാറാന്നുള്ളത്. ഒരുപാട് ടൈം എടുക്കും കേട്ടോ അതിന്. ഡയറക്റ്റ് ഈ ക്രീം നമ്മൾ അതിലിട്ട് കഴിഞ്ഞാൽ ഒരുപാട് വേർതിരിച്ച് വരുന്നുണ്ടോ പാലും വെണ്ണയും. അപ്പോൾ രണ്ടും വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കുക. ആ പാല് കളയുക കേട്ടോ. അത് അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, ഹെൽത്തി ആയിരിക്കില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പോൾ ഇതാ വെണ്ണ റെഡിയാണ്. ഒരു 3-4 വെള്ളത്തിലെങ്കിലും ഇത് കഴുകിയിട്ട് നമ്മളിതൊരു ബോക്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബട്ടറായിട്ടും യൂസ് ചെയ്യാം കേട്ടോ. ഇത് ബാക്കിയുള്ളതിന് ഞാൻ എന്ത് ചെയ്യും, ഉരുക്കി നമ്മൾ നെയ്യായിട്ടും വെക്കും. ഇങ്ങനെ ഒരു 2 ബോക്സ് ഞാൻ എന്തായാലും എടുത്ത് വെക്കാറുണ്ട്. ആരോ വന്നു തോന്നുന്നു, കോളിംഗ് ബെല്ല് അമർത്തി. അപ്പോൾ ഇതാ നമ്മൾ ബട്ടറൊക്കെ സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പകൽ ടൈമിൽ ഇരുന്നിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര നോയ്സൊക്കെ ഉണ്ടാവും. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഫ്രീസറിലൊന്നും വെക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ചിൽ ട്രേ ഉണ്ടാവില്ലേ, അതിൽ കൊണ്ടുപോയി വെച്ചാൽ മതി. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ മെൽട്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പതുക്കെ ഉരുകി വരും. അപ്പോഴത്തേക്കും നമുക്ക് ചോറ് വെക്കണം. പിന്നെ എന്താ പറയുക, അരിയൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. പാലിൻ്റെ പാത്രങ്ങൾ ഒരുപാടുണ്ടായിരുന്നു, അതിനൊക്കെ ഒന്ന് കഴുകി സെറ്റാക്കി വെക്കണം കേട്ടോ. പിന്നെ ഉണ്ടമുളകും ചെറിയ ഉള്ളി പുളി എല്ലാം കൂടി ചമ്മന്തി ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ് പറയുന്നുണ്ട്. എന്തായാലും ഉണ്ടാക്കി നോക്കണം. ജിനി സുഖമാണോ ചോദിക്കുന്നുണ്ട്. സുഖമാണ് മുത്തേ. നല്ല ഭംഗിയുള്ള അവതരണം പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. എന്തായാലും
നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നമ്മുടെ ഒരു ദിവസത്തെ വ്ളോഗ് നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കുന്നത്. അതിരുന്ന് സംസാരിക്കാൻ തന്നെ നല്ലൊരു സമയമെടുക്കും. സമയം മാത്രമല്ല, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എങ്ങനെ തന്നെ പഠിച്ചുണ്ടാകുക സംസാരിക്കുന്നത് എന്നുള്ളത് എനിക്ക് തന്നെ ഭയങ്കര ഒരു സംഭവം തോന്നാറുണ്ട് കേട്ടോ. ഇതെങ്ങനെ കഴിയുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു ഭാഗത്ത് നെയ്യായിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഒരു ഭാഗത്ത് ഞാൻ ചോറും വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതാ കുറേ പാൽപാത്രം ഒക്കെ കഴുകാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതാക്കുക. സാധാരണ ഞാൻ എന്നും ഒഴിക്കാറില്ല, തൈര് ഉണ്ടാക്കാറില്ല, ഒരു 2-3 ദിവസം കൂടുമ്പോഴാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, പാലൊക്കെ ഇങ്ങനെ വരുന്നതിന് ഒരു പാത്രത്തിലോട്ട് തന്നെ മാറ്റി മാറ്റി വെക്കും. ചിലപ്പോൾ അത് മടിച്ചിട്ട് 2-3 പാത്രമൊക്കെ ഫ്രിഡ്ജിലാവാറുണ്ട്. അപ്പോൾ അതെടുക്കുമ്പോഴത്തേക്കും ഫ്രിഡ്ജ് കാലിയാവാറുണ്ട് കേട്ടോ. അങ്ങനെ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ മടി വരും, മനുഷ്യന്മാരല്ലേ, എപ്പോഴും ഒരേപോലെയൊന്നും പോകില്ലല്ലോ. പിന്നെ എന്തായാലും ഇതാ ഞാൻ വേഗം പാത്രമൊക്കെ കഴുകിയിട്ട് നമ്മുടെ നെയ്യ് ഒരുക്കുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇതാ ആവാനായി. പണ്ട് നെയ്യ് ഒരുക്കുന്നത് നോക്കി നിൽക്കാൻ പറഞ്ഞിട്ട് നോക്കി നിന്ന ആളാണ് ഞാൻ. നെയ്യ് കരിച്ചങ്ങ് കൊടുത്തു ഫസ്റ്റ് കേട്ടോ. ഉമ്മ കിച്ചണിലൊക്കെ ഉണ്ടാവുന്ന സമയത്ത് കേട്ടോ. അന്നൊന്നും എനിക്കിതൊന്നും അറിയില്ലല്ലോ. ഇതൊന്ന് നോക്ക് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ നോക്കി അങ്ങ് നിന്നു, അത്ര തന്നെ. അപ്പോൾ അങ്ങനെ കുറേ അബദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മുടെ നെയ്യ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ല ദോശയ്ക്കും എല്ലാറ്റിനും അടിപൊളി പായസം വെക്കാനൊക്കെ സൂപ്പറായിരിക്കും. പിന്നെ വേഗം പോയി ഞാൻ തുടക്കലൊക്കെ ചെയ്തിട്ട് എടുത്തിട്ട് വന്നു. പിന്നെ എന്താണ് ഇനി വർത്താനം പറയാൻ, എനിക്കിന്നെ അറിയുന്നില്ല. ഞാനൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ജിനി ഞങ്ങൾ റൗത്തറാണ്, പാലക്കാടാണ്, എനിക്കും തന്നിട്ടുണ്ട് കട്ടിൽ, അലമാറ ഒക്കെ. അലമാറ ഇരുമ്പായതുകൊണ്ട് ഞാൻ ഒരുപാട് കുത്തുവാക്കുകൾ കേട്ടിട്ടുണ്ട്. അത് അന്നത്തെ കാലം, ഇന്ന് നടക്കൂല. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 27 കൊല്ലമായി. ഇന്ന് നടക്കില്ല. ഇന്ന് നടക്കുന്നവരുണ്ട്, അതിൻ്റെ പേര് മാറ്റിയെന്ന് മാത്രം. പണ്ട് ചീര് സ്ത്രീധനം എന്നുള്ളതിന് ഇപ്പോൾ ഗിഫ്റ്റ് എന്നുള്ളൊരു സംഭവമാക്കി അല്ലേ. എത്ര കൊടുത്തിട്ട് കല്യാണം കഴിച്ചിട്ട് ഓരോരുത്തർ ആത്മഹത്യ ചെയ്യുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി വലിയ വിശദീകരണമൊന്നും വേണ്ട. കൊടുക്കണവർ കൊടുക്കുക, അല്ലാത്തവരല്ല, അങ്ങനെ പോവുക. അല്ലാണ്ട് ഞാൻ എന്ത് പറയാനാ. നമ്മൾ കൊടുക്കണവരും വാങ്ങിക്കണവരും മാറിയാലേ ഈ ഒരു സമ്പ്രദായം മാറിക്കിട്ടുള്ളൂ. അപ്പം ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് കഴിക്കലും കഴിഞ്ഞിട്ട് ഇന്ന് ഞാനും അയൻകുട്ടിയും കൂടെ പുറത്ത് പോവാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഷോപ്പ് ഉദ്ഘാടനം ഉണ്ട്, അപ്പോൾ അതിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും ചെയ്യാനുള്ള ഒരു പ്ലാനായിരുന്നു, പക്ഷേ അത്ര നടന്നില്ല കേട്ടോ, എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇടുന്ന ഓർണമെൻറ്റ്സിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ, എവിടുന്ന എന്തായെന്നുള്ളതൊക്കെ ഞാൻ റീലായിട്ട് ചെയ്യാം. പിന്നെ ഞാൻ ഒരുങ്ങിയ ശേഷമാണ് നിങ്ങളെ മുന്നിലോട്ട് വരുന്നത് കേട്ടോ. കുറച്ചൊരു ഹൈലൈറ്റർ ഒന്നും ഇട്ട് കൊടുക്കുന്നുണ്ട്. ലിപ്സ്റ്റിക്ക് കൺവെൻഷൻ ഞാൻ ഐബ്രോ ഒന്നും ത്രെഡ് ചെയ്തിട്ടില്ല കേട്ടോ, ഒരു കല്യാണം വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്തേക്ക് ത്രെഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ മാല എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? പിന്നെ കൈച്ചെയിനും വളയൊക്കെ ഇട്ടിട്ടുണ്ട്. ഒന്നും ഇടാറില്ല എന്ന് പറഞ്ഞ് എന്നെങ്ങനെ ജിനിത്ത ഓർണമെൻറ്റ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കമൻറ്റ്സ് എപ്പോഴും വരാറുണ്ട്. അപ്പോൾ ഞാൻ കുഞ്ഞു കുഞ്ഞു ഓർണമെൻറ്റ്സ് ഒക്കെ ഒന്ന് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ വേഗം നമ്മൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷോപ്പ് വരുന്നത് പ്രിയദർശിനി റോഡില്ലേ, ആ ഒരു എൻട്രൻസിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. ലാ ചോക്കോ എന്നാണ് നമ്മുടെ ഷോപ്പിൻ്റെ പേര്. അപ്പോൾ ഞാനൊരു പ്രൊമോഷൻ വീഡിയോയും കൂടെ എടുക്കുക എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് പോയത് ഉണ്ടായിരുന്നത്. എന്തായാലും എൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പും കൂടെ ആയിരുന്നു. അപ്പോൾ ഞാൻ മാത്രമല്ല, നമ്മുടെ ഫുഡി ഫ്രം പാലക്കാടും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഫസ്റ്റ് ടൈമാണ് ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ മീറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നേരത്തെ അറിയാം, ഞങ്ങൾ പരിചയപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ അവരും വന്നു, എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാനും ഹെൽപ്പ് ചെയ്ത് തന്നു. പിന്നെ നമ്മൾ കുറേ സമയം അവിടെയൊക്കെ നിന്നു കേട്ടോ. ഞാനാണെങ്കിൽ അവർ 4 മണിക്ക് എത്താൻ പറഞ്ഞിട്ട് 3:45 ഞാൻ ഭയങ്കര പഞ്ച്വാലിറ്റി ആണെന്നുള്ളത് അവർക്ക് അറിയില്ല, അതാണൊരു പ്രശ്നം. പിന്നെ അവിടെ മേക്ക് ചെയ്യണ വീഡിയോസൊക്കെ അവർ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം വേഗം കണ്ടു. എന്തായാലും ഓപ്പൺ ആയിട്ടുണ്ട്, നിങ്ങൾ എന്തായാലും പോയി നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ടേസ്റ്റ് മാത്രമല്ല, നല്ല ഫ്രഷാണ്, ക്വാളിറ്റി ഉണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ പ്രൈസ് ലെവൽ നോക്കുമ്പോൾ നല്ല വർത്താണ്, എല്ലാം നല്ല ടേസ്റ്റും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇരുന്ന് വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞ് ഓരോന്നും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാവരോടും ടാറ്റ ബൈ ബൈ സീ യു പറഞ്ഞിട്ട് പോകണമല്ലോ. അപ്പോൾ എല്ലാവരും കൂടെ സംസാരിച്ച് ഷോർട്ട് വീഡിയോസൊക്കെ വരും കേട്ടോ. അതിൻ്റെ ഞാൻ ഔട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇപ്പം ആ ഒരു ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ പോയി നോക്കുക, കഴിച്ച് നോക്കുക. ഇഷ്ടമായിച്ചാൽ എന്തായാലും പറയുക കേട്ടോ. അപ്പോൾ നമ്മളിതാ നേരെ തിരിച്ച്
വീട്ടിലോട്ട് പോവുകയാണ്. ഞാൻ ഇതിൽ ചെറിയൊരു വീഡിയോയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്വന്തം എന്താണ് തക്കാളി ചട്നിയുടെ കേട്ടോ. കുറേ കാണിച്ചതാണ്, എന്നാലും ഇരുന്നോട്ടെ അല്ലേ. ഒരു വലിയ ഉള്ളി, 3-4 ചെറിയ വെളുത്തുള്ളി, അതുപോലെ കറിവേപ്പില, ഉപ്പ്. ഞാനിപ്പോൾ ഒരു 30 മിനിറ്റ് ആണല്ലോ എൻ്റെ വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ചില സമയത്ത് സമയം തികയാണ്ട് വരുമ്പോഴാണ് ലാസ്റ്റ് ഇങ്ങനെ ഒരു 1.5 മിനിറ്റിൻ്റെയൊക്കെ റെസിപ്പി ആഡ് ചെയ്യുന്നത്. അപ്പോൾ കാണണമെന്നുള്ളവർക്ക് മാത്രം കണ്ടാൽ മതി കേട്ടോ. തക്കാളി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലോട്ട് എരിവിന് വേണ്ടിയിട്ട് ഇച്ചിരി ചില്ലി ഫ്ലെക്സും പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ മല്ലിയിലയും ചേർത്തി കൊടുക്കുന്നു. ഇനിയിപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലൊന്ന് ചൂടാറിയ ശേഷം നന്നായിട്ട് പേസ്റ്റ് ആക്കണ്ട, ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ എന്താണ് പരിപാടി, ഇതാ നമ്മുടെ ചമ്മന്തി എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കാണിക്കാം. പിന്നെ സൺഡേ വ്ളോഗൊക്കെ വരും. അപ്പോൾ ഇത്രയും നേരം കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. FB പേജ്, യൂട്യൂബ് ചാനൽ, ഇൻസ്റ്റാ പേജൊക്കെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.